ഇത് കണ്ട. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫുഡ് റൊട്ടീൻ കുറിച്ചാണ് നമ്മളിങ്ങനെ എന്താണ് നമ്മള് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവരുടെ ഫുഡും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അത് നോക്കിയട്ടെ, ചേച്ചിമാരോടും ചേട്ടന്മാരോടൊക്കെ ഹായ് പറഞ്ഞേ. അപ്പൊ ഇവർക്ക് 6 മാസം എന്താ വേണ്ടിട്ട് ഇവർക്ക് 6 മാസത്തിന് ശേഷമാണ് നമ്മള് കുറുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. 7-ാം മാസം തുടങ്ങുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം തന്നെ നമ്മള് അമൃതം പൊടിയാണ് കൊടുത്തോണ്ടിരുന്നത്. അമൃതം പൊടി അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടിയാണ് നമ്മൾ ആദ്യം കൊടുത്തത്. ആദ്യം ഇച്ചിരി കട്ടിയിലല്ല, കുറച്ചൊരു ലൂസ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുത്തത്. പിന്നെ നമ്മളത് കുറുക്കി കുറച്ച് കട്ടിയാക്കിയിട്ട് കൊടുക്കാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം നമ്മൾ കൊടുത്തത് മുത്താറിപ്പൊടിയാണ്. മുത്താറിപ്പൊടിയും അങ്ങനെ കുറച്ച് നമ്മൾ കൊടുത്ത ശേഷം നമ്മൾ പിന്നെ ബേബി വിറ്റയുടെ കണ്ണൻകായയുടെ പൊടി കായപ്പൊടിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എടുത്തോ കായപ്പൊടിയാണ് കൊടുത്തത്. നമ്മളെല്ലാം കുറച്ച് ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുത്തത്. അവർ കഴിക്കുന്നുണ്ടോ നോക്കിയിട്ടാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്തത്. പിന്നെ അതിനുശേഷം നമ്മൾ ഉച്ചക്കൊക്കെ നമ്മൾ കഞ്ഞിയൊക്കെ കൊടുക്കാൻ തുടങ്ങി. കഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മള് സ്റ്റാൻഡ് എടുക്കരുതേ, ഇത് കളിച്ചോ, സ്റ്റാൻഡ് എടുക്കല്ലേ. അപ്പൊ അവള് സ്റ്റാൻഡ് വലിക്കാൻ പോയി, സ്റ്റാൻഡിന്റെ മേലെ മൊബൈൽ വെച്ചിട്ട് എടുക്കുന്നത്. അപ്പം ഉച്ചയ്ക്ക് നമ്മൾ കഞ്ഞി കൊടുക്കും. കഞ്ഞിയുടെ കൂടെ നമ്മൾ കുറച്ച് ക്യാരറ്റ് ചെറുങ്ങനെ അരിഞ്ഞിട്ട് അതൊന്ന് വേവിച്ചിട്ട് കഞ്ഞിയുടെ കൂടെ നമ്മളൊന്ന് അടിച്ചിട്ട് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ കൊടുത്തത്. കഞ്ഞി മാത്രമായിട്ട് കൊടുക്കുമ്പോൾ അവര് കഴിക്കുന്നില്ല. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മള് വൈകുന്നേരങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മള് പിന്നെ നേന്ത്രക്കായ പുഴുങ്ങിയിട്ട് നെയ്യൊക്കെ കൂട്ടിയിട്ട് നമ്മള് കൊടുക്കാൻ തുടങ്ങി. ഇവിടെ ഇരുത്തട്ടെ, അല്ലെങ്കിൽ ഇവളെന്നെ സമ്മതിക്കത്തില്ല. എടുത്തോ പൊന്നിങ്ങ വാ. നേന്ത്രക്കായ നമ്മൾ പുഴുങ്ങിയിട്ട് കൊടുക്കാൻ തുടങ്ങി. രണ്ടുപേരും കളിയുടെ ബാറാണ്. കളിച്ചോ പോയിട്ട് കളിച്ചോ. അപ്പം നേന്ത്രക്കായ നമ്മൾ നെയ്യൊക്കെ കൂട്ടിയിട്ട് എന്റെ ചുരിദാറിലൊരു ഇതുണ്ട്, അതാണ് അവർ എടുത്തോണ്ടിരിക്കുന്നത്. അത് കിട്ടാഞ്ഞിട്ടാണ് ഇങ്ങനെ ഒച്ചപ്പാടാക്കുന്നത്. അപ്പൊ അത് കൊടുത്തായിരുന്നു. അതും ഇങ്ങനെ കുറച്ച് കൊടുത്തിട്ട് അവർ കഴിക്കുന്നുണ്ടോ നോക്കി അങ്ങനെയൊക്കെ ആയിരുന്നു കൊടുത്തത്. നെയ്യ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാന്ന് പറഞ്ഞു. ഇവര് പിന്നെ പ്രീമച്ചർ ബേബീസ് ആയതുകൊണ്ട് വെയിറ്റ് ഇച്ചിരി കുറവായിരുന്നു. അപ്പം പിന്നെ വെയിറ്റ് ഗെയിൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അങ്ങനെ നോക്കിയിട്ടൊക്കെയാണ് ഫുഡ് കൊടുത്തോണ്ടിരുന്നത്. പഴമൊക്കെ പുഴുങ്ങിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നെയ്യൊക്കെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പം അത്യാവശ്യം ഇവർ ആ നോർമൽ വെയിറ്റ് ആവുന്നത് വരെ നമ്മൾ അങ്ങനെ നോക്കിയൊക്കെ കൊടുത്തു. പക്ഷെ ഇപ്പൊ ഇതൊന്നും നടക്കുന്നില്ല. ഇപ്പം മുട്ടിട്ടൊക്കെ പോകുന്ന പ്രായമായി. അപ്പം അവരെ പിന്നാലെ ഓടണം. ആദ്യമൊക്കെ നമ്മൾ ഇരുന്നിടത്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളും. പിന്നെ നമ്മൾ 1 വയസ്സിന് ശേഷമാണ് മുട്ട സ്റ്റാർട്ട് ചെയ്തത്. മുട്ടയുടെ മഞ്ഞയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത്. ഇവരെ പീഡിയാട്രിഷ്യൻ അങ്ങനെ പറഞ്ഞത്. മുട്ടയുടെ മഞ്ഞ ആദ്യം കൊടുത്തിട്ട് അത് കൊടുത്ത് കുറച്ച് കഴിഞ്ഞ ശേഷം മാത്രം വെള്ളം സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യം എല്ലാം നമ്മൾ കഴിക്കുന്നതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. രാവിലെ ആണെങ്കിൽ ഇപ്പം ദോശയൊക്കെ ആണെങ്കിൽ ചെറുപയർ കൂട്ടിയിട്ട് ദോശയൊക്കെ ഉടച്ചിട്ട് കുറച്ചായിട്ട് കൊടുക്കുന്നുണ്ട്. അവര് കഴിക്കുന്നൊക്കെ ഉണ്ട്. അത്യാവശ്യം അവർക്ക് വിശപ്പിന് വേണ്ടുന്നത് അവർ കഴിക്കുന്നുണ്ട്. പിന്നെ കളിയുടെ ഒക്കെ മൂടാണെങ്കിൽ പിന്നെ നോക്കണ്ട, പിന്നെ അവരെ എല്ലങ്ങ് വിട്ടേക്കുക. പിന്നെ നമ്മൾ രാവിലത്തെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാച്ചിട്ട് കൊടുക്കും. അതിപ്പോ അമൃതം പൊടിയോ അല്ലെങ്കിൽ കായ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ചോറ് കൊടുക്കും. ഇപ്പൊ കഞ്ഞിയല്ല, ചോറ് തന്നെ കൊടുക്കുക. ചോറ് കൈകൊണ്ട് നല്ലോണം ഉടച്ചിട്ട് ചോറ് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച ശേഷം നമ്മൾ ചോറ് തന്നെയാണ് കൊടുക്കുന്നത്. ചോറിന്റെ കൂടെ നമ്മൾ മത്തങ്ങയൊക്കെ കുഞ്ഞുങ്ങൾക്ക് നല്ലതാന്നാ പറയുന്നത്. അപ്പൊ മത്തങ്ങയൊക്കെ കുറച്ച് നമ്മൾ എടുത്തിട്ട് വേവിച്ചിട്ട് ചോറിന്റെ കൂടെ ഉടച്ചിട്ട് കൊടുക്കും. ഒരിക്കൽ അങ്ങനെ കൊടുക്കും. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ കഴിക്കില്ല. പിന്നെ നമ്മൾ ക്യാരറ്റോ
ഒരു കഷ്ണം ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒരു കഷ്ണം എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് വേവിച്ചിട്ട് ചോറിന്റെ കൂടെ കൊടുക്കും. പിന്നെ ഇച്ചിരി പരിപ്പ് അതിന്റെ കൂടെ ഇട്ടിട്ട് ചെറിയൊരു വേറെ പൊടികൾ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ പരിപ്പും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ഉടച്ചിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഉപ്പും ഒരു നുള്ളു മഞ്ഞളും ഇടും. എന്നിട്ട് അതൊന്ന് വേവിച്ചിട്ട് ചോറിന്റെ കൂടെ കുഴച്ചിട്ട് കൊടുക്കും. പിന്നെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് പയറ് തോരൻ അതൊക്കെ ഒന്ന് കൈകൊണ്ട് ഉടച്ചിട്ട് കൊടുക്കുമ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവരെ ഇപ്പുള്ള കാര്യങ്ങള്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുസൃതിയാണ്. എന്താ പറയാ, ഭക്ഷണമൊക്കെ കഴിക്കാൻ പണ്ടത്തെ പോലെ ഒന്നും കഴിപ്പൊന്നുമില്ല. ഇപ്പൊ കളിയാണ്. കണ്ടില്ലേ, മൈക്ക് എടുക്കാനാ വന്നിട്ടുള്ളത്. എന്താണ് പൊന്നോ, ചേച്ചിമാരോട് ആന്റിമാരോട് എല്ലാം ഹായ് പറഞ്ഞേ, ഹലോ പറഞ്ഞേ. ഓ എന്താണ് പിന്നീട് പറയണോ? ഇപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ ഒരു ഇപ്പൊ ഉള്ള ഒരു ഫുഡിന്റെ ചാർട്ട് എന്ന് പറയുന്നത്. രാത്രി നമ്മള് കുറച്ച് നേരത്തോടെ ഒരു ഇത് പണ്ടത്തെ പോലെയല്ല. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് വിശക്കൊക്കെ ചെയ്യും, കളിക്കുന്നൊക്കെ അല്ലേ. അപ്പൊ രാത്രി നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കട്ടിയുള്ളത് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഉറങ്ങില്ല അവര്. ഇവരെ കാര്യം എങ്ങനെയാണ്, അവരങ്ങനെ ഉറങ്ങില്ല, ഇടക്കിടക്ക് എണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ രാത്രി ഞാനൊരു 8:30 മണിയൊക്കെ ആവുമ്പം റാഗി നമ്മൾ കൊടുക്കും, കുറുക്കിയിട്ട് കൊടുക്കും. റാഗി അല്ലെങ്കിൽ അമൃതം അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കുറുക്കിയിട്ട് കൊടുക്കും. ചോറ് കൊടുക്കാറില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കും. പിന്നെ അവർ കിടക്കാൻ നേരത്ത് പാലൊക്കെ കുടിച്ചിട്ട് അങ്ങ് ഉറങ്ങിക്കോളും. ഉറക്കമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കണക്ക് തന്നെയാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരം എടുത്തോ നിങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പൊ വൈകുന്നേരങ്ങളിൽ നേരത്തെ ഉറങ്ങുന്നത് കൊണ്ട് അപ്പൊ രാത്രിത്തെ ഉറക്കമൊക്കെ കണക്കാണ്. ഒരു 11:30 12 മണി ആവാണ്ട് അവര് കിടക്കൂല. അതുവരെ കളിയും അങ്ങടും ഇങ്ങടും എന്താ പറയാ പിടിയും വലിയും ഒക്കെയാണ്. ഇപ്പൊ അവൾക്ക് ആ മയക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഓടിയെടുക്കണം. സ്ഥിരം കാണുന്ന കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട അവർക്ക്. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെയാണ് വേണ്ടത്. അടുക്കളയിലെ പാത്രങ്ങള് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ വേണ്ടത്. പിന്നെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാട് തന്നെയാണ്. അവരെ കഴിപ്പിക്കുക എന്നുള്ളത് കുറച്ച് പാട് തന്നെയാണ്. പിന്നെ ഫോണ് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടൊന്നും ഫുഡ് കൊടുക്കാറില്ല. അവരങ്ങനെ ഫോണിലേക്ക് വരാറുമില്ല. ഇങ്ങനെ ഇപ്പൊ അത്യാവശ്യത്തിന് കുറച്ചൊക്കെ കഴിക്കുന്നുണ്ട്. ചില സമയത്ത് ഒട്ടും കഴിക്കില്ല. അപ്പൊ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പൊ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഇവരെ പിന്നാലെ. രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. വേറെ വേറെ ഒന്നും കൊടുക്കുകയില്ല. ഒരു പാത്രത്തിൽ എടുത്തിട്ട് രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ കൊടുക്കും. അതൊക്കെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കൊടുത്താൽ മതി. ഇപ്പം പക്ഷെ അത് നടക്കുന്നില്ല. ഇപ്പൊ ഇവര് പോകുന്ന വഴിയെ ഞാനും കൂടി പോയിട്ട് അങ്ങനെ കൊടുക്കും. കുറച്ച് ഒന്ന് നമ്മൾ അവരെ കൂടെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ അവര് എന്തെങ്കിലുമൊക്കെ അവരെ വയറ്റിലേക്ക് ചെല്ലത്തുള്ളൂ. കഴിക്കുന്നില്ല എന്നും പറഞ്ഞ് നമ്മൾ വേക്കടിച്ചു കഴിഞ്ഞാല് കഴിക്കില്ല. പിന്നെ അത് കഴിക്കില്ല. നമ്മൾ കുറച്ച് അവരെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ്. അവരെ കൂടെ കുറച്ച് സമയം മെനക്കെട്ട് അവരെ എങ്ങനെയെങ്കിലും ഒന്നൊരു പിടി കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സമാധാനാവത്തുള്ളൂ. അല്ലേ അല്ലേടാ? ചിരിക്കുന്നൊക്കെ ഇല്ല, അവൾക്ക് നാണായിട്ടില്ല. അതങ്ങ് നോക്കിയാല് ഇവളങ്ങനെ ഫോണിലേക്ക് വരില്ല, നോക്കത്തില്ല. പപ്പ അങ്ങോട്ട് ഫോൺ വിളിച്ചാലും ഇവളങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല. അവള് കളിയുടെ പറയിരിക്കും. അതേ സ്ഥാനത്ത് ചെറിയ ആളാണെങ്കിൽ പപ്പയുടെ കോള് കാണുമ്പോഴത്തേക്ക് വരും. പക്ഷെ എങ്കിൽ ഓറ് വിളിക്കുമ്പോ മാത്രം ഫോണിലൊക്കെ ഇങ്ങനെ അല്ലാതെയുള്ള ഫോണ് കാര്യങ്ങളൊന്നും ഇല്ല. അതൊന്നും ഇപ്പൊ കാണിക്കാറില്ല. പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഫോണിലേക്ക് നോക്കും. കാരണം ഇപ്പൊ കാണുന്നില്ലല്ലോ. ഇപ്പൊ ഒരു ഗൾഫിലായതുകൊണ്ട് ഇപ്പം അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ട് പപ്പ എന്ന് പറയുമ്പോഴത്തേക്ക് ഫോണിലേക്ക് വന്നിട്ട് അമ്മ പപ്പ പപ്പാന്ന് ഫുള്ളായിട്ടൊന്നും വിളിക്കുന്നില്ല. പാപ്പ അത് ചില സമയം തോന്നിയാൽ തന്നെ അമ്മ അങ്ങനെ ഇടയ്ക്കല്ലേ വിളിക്കുന്നുള്ളൂ. അമ്മ അങ്ങനെ ഇടയ്ക്ക് അമ്മ ബാക്കി ഇങ്ങോട്ടേക്ക് വരൂല. ഇപ്പം വിളികളൊക്കെ സ്റ്റാർട്ടായി വരുന്നതേ ഉള്ളൂ. ഇപ്പൊ അവരുടെ കളിയും എന്താ പറയാ അങ്ങനെയുള്ള ആ ഒരു ഇതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവരുടെ ഫുഡ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്താണ് വേണ്ടേ? ഇതേ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന എല്ലാം കൊടുക്കണം എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പൊ പരമാവധി വെജിറ്റബിൾസും ഒക്കെ കൊടുക്കും. പിന്നെ നമ്മള് ക്യാരറ്റ് വേവിച്ചിട്ട് അത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ കുറച്ചൊരു 3-4 ക്യാരറ്റ് ചെറുങ്ങനെ അരിഞ്ഞിട്ട് ഒന്ന് കുക്കറിലിട്ടിട്ട് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് വേവിച്ചിട്ട് അതേ വെള്ളത്തിൽ തന്നെ നമ്മൾ അതൊന്ന് തണിഞ്ഞ ശേഷം ജ്യൂസ് അടിക്കും.
എന്നിട്ട് നമ്മളത് കൊടുക്കും. വേറെ വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കാറില്ല. വെള്ളം ആ വെള്ളാണെങ്കിലും കുറച്ചേ എടുക്കുള്ളൂ. പാകത്തിനുള്ള ജ്യൂസിന് പാകത്തിനുള്ള ആ ഒരു അതിന്റെ ഒരു ചാറും കൂടി എടുത്തിട്ട് നമ്മൾ അടിച്ചിട്ട് കൊടുക്കും. അപ്പൊ അത് വേവിക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചേർക്കൂല. ഉപ്പ്, മഞ്ഞൾ അങ്ങനെയൊന്നും ചേർക്കൂല. വെറുങ്ങനെ വേവിച്ചിട്ട് അവർക്ക് ജ്യൂസ് അടിച്ചിട്ട് കൊടുക്കും. 1-2 തവണയൊക്കെ കഴിച്ചു. ഇപ്പൊ അതൊക്കെ മടുത്തു. എല്ലാം കുറച്ച് ഇപ്പൊ പണ്ടത്തെ ഇതല്ല. ഇപ്പൊ അവർക്കൊക്കെ ടേസ്റ്റ് ഒക്കെ മനസ്സിലാവാൻ തുടങ്ങി. ഇപ്പൊ അവരെല്ലാം കുറച്ചായിട്ട് അങ്ങനെ കഴിക്കുന്നുള്ളൂ. 2 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം നോക്കണ്ട. പിന്നെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും കൊടുത്ത് പിന്നെ രണ്ടാമതും അത് കൊടുക്കുമ്പോ കുഴപ്പമില്ല. പിന്നെ നാരങ്ങയൊക്കെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതിന്റെ അല്ലിയൊക്കെ ഉടച്ചിട്ട് കൊടുക്കും. അതൊക്കെ നല്ലതാണ് നാരങ്ങ കിട്ടുന്ന സമയത്ത്. അവർക്ക് നാരങ്ങ, ആപ്പിളൊക്കെ നന്നായിട്ട് കുറച്ചു നേരം മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകിയെടുത്ത് ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്തിട്ടൊക്കെയാണ് നമ്മൾ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് അതും വേവിച്ചിട്ട് ഉടച്ചിട്ട് തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്നത്. വേവിക്കുമ്പോ എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളും. അതുകൊണ്ട് വേവിച്ചിട്ടാണ് പരമാവധി ഇവർക്കൊക്കെ കൊടുക്കുന്നത്. കളിയുടെ ബഹളാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടാവെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റ പറ, എല്ലാവരോടും ബൈ ബൈ പറ. ബൈ പറ. ബൈ പൊന്നുസേ. അവള് കളിയുടെ തിരക്കാണ്. അപ്പൊ ശരി ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. വീണ്ടും വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. Okay, bye.